എന്റെ ആര്യമ്പള്ളിക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ അനാഥമായി കിടക്കാനാണല്ലോ വിധി. ഞാൻ ജയിലിലും. മാമേ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. നമുക്ക് മുറിയിലേക്ക് പോവാം. ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം നിലവറയിലേക്ക് പോവാം. ഒരു കണക്കിന് ഇത് ഒരു ജയില് തന്നെയാണ്. യഥാർത്ഥ പ്രതികളെ പിടികിട്ടിക്കഴിഞ്ഞാൽ മാമി ചെയ്തതിനൊക്കെ ഫലം ഉണ്ടാവൂലോ. അച്ഛന് ധൈര്യമുണ്ട് മോളെ, സന്തോഷവുമുണ്ട്. എന്റെ നിരപരാധിത്വം മോളെയെങ്കിലും അറിയിക്കണമെന്ന് മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവി അത് കേട്ടു. അതുകൊണ്ടാണല്ലോ രാവുണ്ണി എന്ന തടവുകാരന്റെ മുമ്പ് ഞാൻ ചെന്ന് പെട്ടത്. ഒരു ജയിൽ പുള്ളിയിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത നന്മ അയാളിലുണ്ടാക്കിയതും ദേവി തന്നെയാണ്. അങ്കിളെ, ആ ദേവി തന്നെയാ നമ്മളൊക്കെ ഇവിടെ ഒന്നിപ്പിച്ചതും അല്ലേ? അച്ഛനെങ്ങും പോകണ്ടെന്നോ? അച്ഛനെ വിടാതിരുന്ന എങ്ങനെയാ? നമ്മുടെ മുമ്പിൽ മാത്രം നിരപരാധിത്വം തെളിയിച്ച പോരല്ലോ, ലോകം അതറിയണം. എല്ലാവരുടെ മുമ്പില് മാമ നിരപരാധിത്വം തെളിയിച്ച് തല ഉയർത്തിപ്പിടിച്ച് മാമ നടക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ? വേണ്ടേ? നിങ്ങളുടെയൊക്കെ ഈ കൂട്ടായ്മ കാണുമ്പോൾ എന്റെ മനസ്സ് നിറയാണ് മോളെ. മാമ എന്തിനാ വിഷമിക്കുന്നത്? എല്ലാവരും കൈയൊഴി ഒരു കയ്യ് നമ്മളെ താങ്ങാൻ വരുന്നത് അനുഭവം കൊണ്ട് മാമയ്ക്ക് മനസ്സിലായില്ലേ? ശരിക്കും ഞാനിപ്പോ അതറിയാടോ. മാമ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയപ്പോ അമ്മയും കുട്ടി ഇവിടെ വന്ന് കുറച്ചാലം താമസിക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. ഇനിയിപ്പോ അമ്മ ഇങ്ങോട്ട് വരണമെന്നില്ലല്ലോ. അല്ല, ഇവിടെ വേണിയുണ്ടല്ലോ, കൂടെ മാലിനിയും. ആ, ഇനി ഞാനും ഇവിടെ തന്നെ കൂടാ. ആര്യമ്പള്ളിയിലെ ആളെനക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. ആ മാമേ, ഞാനൊരു ലോങ് ലീവിലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടായി. സദാചാര പോലീസിന് ഇടപെടലായിരുന്നു, അതും കളക്ടേഴ്സ് ബംഗ്ലാവിൽ. അതും ഞാൻ അറിഞ്ഞു, പത്രത്തിൽ വായിച്ചു. ഇപ്പോ ഞാൻ ആ ലീവ് അവസാനിപ്പിക്കാന്ന് കരുതുക. പാലക്കാട് പോസ്റ്റിംഗ് കിട്ടിയ പല കാര്യങ്ങൾക്കൊരു നീക്കുപോക്കാവും. മാമയുടെ പ്രശ്നങ്ങൾ സഹായിച്ചെടുക്കാനും പറ്റും. ചീഫ് സെക്രട്ടറിയെ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കണം. മാമേ, ഞാനൊന്ന് പുറത്തുപോയി നോക്കട്ടെ. ആ പോലീസുകാർ ചിലപ്പോൾ തിരിച്ചെത്തി കാണും. സംഗതിയൊക്കെ കൊള്ളാം. തൽക്കാലം പോലീസിന് പിടികൊടുക്കാതെയും ഒളിവിൽ പാർക്കാനും ഒരു ഷെൽട്ടർ കിട്ടി. പക്ഷേ നമ്മൾ സുരക്ഷിതരായി എന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട. നന്ദ സാർ എന്തായി പറഞ്ഞേ? നമ്മളിവിടെ ആരെ പേടിക്കാനാ? സുഖമായിട്ട് അന്തി ഉറങ്ങാനും വിശ്രമിക്കാനും കൊട്ടാരം പോലത്തെ ഒരു വീട്, സ്നേഹസമ്പന്നയായ ഒരു ആന്റി. ഇതിൽ പര ഒരു സൗഭാഗ്യം എന്താ വേണ്ടേ? ആ തള്ളച്ചിയുടെ മേലെ എപ്പോഴൊരു കണ്ണുണ്ടാവണം. നന്ദ സാർ എന്തായി പറഞ്ഞു വരുന്നത്? എടോ, സ്വന്തം ഭർത്താവിനെ മുറിക്കകത്തിട്ട് പൂട്ടിയ ഭയങ്കരയായ സ്ത്രീ അവര്. ഇതൊക്കെ നമുക്ക് നേരെ ചെയ്യില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? ഭർത്താവിനോട് ചെയ്ത് നമ്മളോട് ചെയ്യില്ലല്ലോ, നമ്മുടെ ആന്റിയല്ലേ. അവരുടെ മകനെ കൊന്നവർക്ക് അവര് ഷെൽട്ടർ തന്നിരിക്കുന്നത്. ആ കാര്യമൊന്നും ആന്റിക്കറിയില്ല. നന്ദ സാർ ആ കാര്യം മറന്നോളാം. മകനെ കൊന്നതിന്റെ വൈരാഗ്യമൊന്നല്ല അവർക്ക് രാമഭദ്രനോടുള്ളത്. ആര്യമ്പള്ളിയിലെ സ്വത്തും ആ കമ്പനിയുമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് മാത്രമാണ് രാമഭദ്രൻ ജയിലിൽ തന്നെ കിടക്കണമെന്ന് ആ സ്ത്രീ നിർബന്ധം പിടിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിനാണെങ്കിലും നമുക്കിവിടെ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ടല്ലോ. ഏത് നിമിഷവും അവരിൽ നിന്നൊരു ചതി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ചതിക്കുന്ന സാർ പറയുന്നത്? പോലീസിന് ഒട്ടുകൊടുക്കും. എന്തിന്? മനുവിന്റെ കൊലയാളി നമ്മളാണെന്നറിഞ്ഞ. അതെങ്ങനെ അറിയാനാ? ഇപ്പോ കുറച്ചുപേർക്ക് അറിയാലോ കൊല നടത്തിയത് താനും കൂടെ ഞാനും ഉണ്ടെന്ന്. ഒരു ദുർബല നിമിഷത്തിൽ അവരത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെയൊക്കെ ഉണ്ടാവോ സാറേ? സാർ പേടിക്കാണ്ടിരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഏത് നിമിഷവും അവരുടെ വിധമാണ്. പിന്നെ എന്നെ ചതിക്കാൻ ശ്രമിച്ച അവരെ മുക്കിട്ട ഞാൻ പോവും. അപ്പൊ ഞാനോടൊപ്പം സാറേ ജയിലില്, അല്ലാതെ ഇവിടെ. എന്തായാലും ജയിലിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ല, എനിക്ക് പേടിയാ. അല്ലേലും താൻ ജയിലിൽ ഒറ്റക്കിടക്കേണ്ടി വരില്ലടൂ. അതെനിക്ക് അറിഞ്ഞൂടെ? നന്ദ സാറില്ലാത്തൊരു ജയിൽ എനിക്കെന്തിനാ? പിന്നെ ജയിലിലൊക്കെ ഇപ്പൊ നല്ല ഭക്ഷണമെന്നാ പത്രത്തിൽ കണ്ടു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്താടോ ഒരു അറിയിപ്പില്ലാതെ?
സെക്രട്ടേറിയറ്റ് വിളിച്ചു. സാറ് വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. താൻ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടണമെന്ന് തോന്നിയാ സാറിനെ അല്ലാതെ മറ്റാരെയും ഞാൻ സമീപിക്കുക? വെറുതെ കൊടുക്കാൻ എന്റെ ഉപദേശങ്ങളൊന്നുമില്ല. അല്ല, തലസ്ഥാനത്തിരിക്കേണ്ട സാറ് ഈ പാലക്കാട് എങ്ങനെ എത്തി? CM ഈ ഏരിയയിലുണ്ട്, ജനസമ്പർക്ക പരിപാടിയായിട്ട്. CM ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോ കറങ്ങിത്തിരിഞ്ഞ് ഞാനിങ്ങെത്തും. ഇങ്ങനെയാവുമ്പോ വാഴയ്ക്ക് 2 തടവെടുക്കാനോ കള കുറച്ച് കളയാനോ ഒക്കെ സമയം കിട്ടും. താൻ വന്ന കാര്യം പറ. എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം. എന്തു പറ്റിയടോ? ഞാൻ ലോങ് ലീവ് എടുത്ത് മാറിയുന്ന സമയത്ത് നാട്ടില് കനത്ത ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ഏറ്റെടുത്തു. ഈ ക്ഷേത്രസമിതി പ്രസിഡന്റ്. എവിടെ? ചെട്ടിക്കുളങ്ങരയോ? അതെ. എന്നാലും ലീവ് അവസാനിപ്പിക്കാന്നാണ് ഞാൻ കരുതുന്നത്. സാറിനറിയാലോ ഞാനൊരു അമ്പലവാസിയാണെന്ന്. എല്ലാം ദേവിയിൽ അർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതം എന്റെ. ക്ഷേത്ര ഉത്തരവാദിത്തം ഏൽപ്പിച്ചാ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. എന്റെ ആവശ്യം എന്താന്ന് വെച്ചാ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ എനിക്ക് ജോലിയിൽ തുടരണമെന്നുണ്ട്. ഇക്കാര്യത്തിൽ ഞാൻ എന്ത് സഹായം ചെയ്യാന്? താൻ തന്നെ ദേവിയോട് പറയടോ. സാറ് എന്നെ പാലക്കാടൊന്ന് പോസ്റ്റ് ചെയ്യൂ. എന്താടോ താനീ പറയുന്നത്? കളക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണോ? മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് അതിനുള്ള പവറില്ല, അറിയില്ലേ? അല്ല സർ, പാലക്കാട് കളക്ടറായിരുന്നുകൊണ്ട് നാടിനെ സേവിക്കാനൊരു മോഹം തോന്നിപ്പോയി. ഞാനേ CMനോട് പറയാം. സ്വന്തം ജില്ലയിൽ പോസ്റ്റിംഗ് പാടില്ല എന്നാണ് കീഴ്വഴക്കം. തന്റെ കാര്യം ഒരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തുകൊണ്ട് ഞാനൊന്ന് പുഷ് ചെയ്യാം. തന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ റിക്വസ്റ്റ് ചെയ്താൽ അത് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തനിക്ക് ചായയാണോ സംഭാരമാണോ വേണ്ടത്? എന്തായാലും വേണ്ടില്ല സർ. എന്നാ വാ മാലതേ, ചായ എടുക്ക്, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. എന്നെ മൃതപ്രായനാക്കി ആശുപത്രിയിലേക്ക് തള്ളിവിട്ടിട്ടും ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കാത്ത ഒരു